ഇന്ന് നമ്മൾ കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സിമ്പിൾ ചിപ്സ് ആണ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ പൊട്ടാറ്റോ വെച്ചിട്ട് കിഴങ്ങ് വെച്ച് ചെയ്യലുണ്ട്. അതിന് പകരമായിട്ട് നമ്മളെ വീട്ടിലുള്ള ചേമ്പ് ഉണ്ടല്ലോ, ചേമ്പ് വെച്ചിട്ടാണ് നല്ല ക്രിസ്പി ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ചിപ്സ് റെഡിയാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു ചിപ്സ് റെഡിയാക്കാനായിട്ട് ഈ വലുപ്പത്തിൽ വരുന്ന 3 ചേമ്പാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നമ്മൾ സാധാരണ നാടൻ ചേമ്പായാലും മതി, കുറച്ച് വലുത് നോക്കി എടുത്താൽ മതി. അപ്പോൾ ചിപ്സ് കുറച്ചുകൂടെ നന്നായിരിക്കും. എന്നിട്ട് ആദ്യം ഇതുപോലെ തൊലി ഒന്ന് മാറ്റിയതിന് ശേഷം നല്ലോണം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുക. കഴുകിയെടുക്കുമ്പോൾ അതിന് മുകളിലുള്ള വെള്ളമൊക്കെ ഒരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ നല്ലൊരു തുണി എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് തുടച്ച് കളയുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. ഇനിയിപ്പോൾ ചെയ്യാനുള്ളത് നമ്മൾ ഈ തുടച്ച് വെച്ചെടുത്തിട്ടുള്ള ചേമ്പുണ്ടല്ലോ, ഇത് കുറച്ച് ഓയിൽ അല്ലെങ്കിൽ നല്ല വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് നല്ല ചൂടായിരിക്കുന്ന സമയത്ത് അതിലേക്ക് ഇതുപോലെ സ്ലൈസർ ഉണ്ടെങ്കിൽ ഒന്ന് ഇതുപോലെ ഒന്ന് സ്ലൈസ് ചെയ്തിടുക. ഇനി അതില്ലാന്നുണ്ടെങ്കിൽ കത്തി കൊണ്ട് നല്ല കനം കുറച്ച് ഇട്ടാലും മതി കേട്ടോ. നമ്മൾ സാധാരണ വാഴക്കൊണ്ട് ചിപ്സൊക്കെ ഉണ്ടാക്കുന്നില്ല അതുപോലെ തന്നെ. പിന്നെ ഇത് എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് ഓയിലിന് അത്യാവശ്യം നല്ല ചൂടുണ്ടായിരിക്കണം. അപ്പോഴാണ് നല്ല ക്രിസ്പി ആയിട്ട് ഒരുപാട് ഓയിലൊന്നും കുടിക്കാത്ത രീതിയിൽ കിട്ടുക. പിന്നെ ഇട്ട് ഉടനെ അങ്ങ് ഇളക്കേണ്ട, ഒന്നങ്ങ് ഫ്രൈ ആവാൻ തുടങ്ങുന്ന സമയത്ത് മൊത്തത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ മതി. ആദ്യം ഇടുന്നത് ഒന്നങ്ങ് ഫ്രൈ ആവാനായിട്ട് ഇത്തിരി സമയം എടുക്കും കേട്ടോ. പിന്നെ ഒന്ന് കുറച്ച് കളറൊക്കെ മാറി തുടങ്ങിയാൽ പിന്നെ പെട്ടെന്ന് ആവും ചെയ്തോളും. ഇതിപ്പോൾ ഈ ഒരു കളറിലേക്കായി വരുന്നുണ്ട്. അത്യാവശ്യം ഒന്ന് ഫ്രൈ ആവാനായിട്ട് ഇതുപോലെ ആവുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഈ സമയത്ത് ഒഴിക്കാൻ താല്പര്യം ഉണ്ടെങ്കിലും മതി, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ലാസ്റ്റ് എല്ലാം ഫ്രൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഉപ്പ് കുടഞ്ഞെടുത്താലും മതി. ഇങ്ങനെ ഒഴിക്കുന്നത് ബുദ്ധിമുട്ടാണെങ്കിൽ ഒഴിക്കേണ്ട, അല്ലാത്തവർക്ക് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഒരു ഇത്തിരി ഉപ്പ് എടുത്തിട്ട് ഒരു ഗ്ലാസ്സിൽ കുറച്ച് പച്ചവെള്ളം കൂടെ ചേർത്തിട്ട് കലക്കിയിട്ടുള്ളതാണ്. ഇത് ഒരുപാട് വേണ്ട കേട്ടോ, വളരെ കുറച്ച് മതി. അപ്പോൾ ഇത് നമ്മൾ എണ്ണയിലേക്ക് ഒഴിക്കുന്ന സമയത്ത് ഒരു സൈഡിലൂടെ ഒരു ഇത്തിരി അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. ചിലപ്പോൾ ഒരു ഇത്തിരി പൊട്ടിത്തെറിക്കുന്ന പോലെ തോന്നും, വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അത് സൈഡിലൂടെ ഒരു കുറച്ച് ഒഴിച്ചു കൊടുക്കുക, നടുവിലേക്ക് ഒഴിക്കേണ്ട. ഇതൊരു 1 ടീസ്പൂണൊക്കെ മതിയാവും. അപ്പോൾ തന്നെ പാകത്തിനുള്ളത് ഉണ്ടാവും കേട്ടോ. അതായത് എണ്ണയിലേക്ക് മൊത്തത്തിൽ കലങ്ങി വരികയല്ല, അപ്പോൾ അതുകൊണ്ട് മൊത്തം എല്ലാ ഭാഗത്തേക്കും കറക്റ്റായിട്ട് കിട്ടിക്കോളും. ഉപ്പ് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത്യാവശ്യം ഫ്രൈ ആയിട്ടുണ്ടല്ലോ, പെട്ടെന്ന് തന്നെ റെഡിയാക്കി കിട്ടിക്കോളും. കളറൊക്കെ മാറുന്ന സമയത്ത് ഇത് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കുക. നമുക്കിത് കാണുന്ന സമയത്ത് തന്നെ മനസ്സിലാവും ക്രിസ്പി ആയിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ആവുന്ന സമയത്ത് മാറ്റി ഒരു പാത്രത്തിലേക്ക് എടുക്കാം. ബാക്കിയുള്ളതും അപ്പോൾ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. രണ്ടാമത്തെ ബാച്ച് വറുത്തെടുക്കുന്ന സമയത്ത് ഇനി ഇതിലേക്ക് ഉപ്പിൻ്റെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യം വരില്ല. കാരണം ആദ്യം ഒഴിച്ച് തന്നെ എണ്ണയിൽ ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് പാകത്തിനുണ്ടാവും. പിന്നെ കുറേയൊക്കെ ഫ്രൈ ചെയ്യാനായിട്ട് 3-4 പ്രാവശ്യം ഉണ്ടെങ്കിൽ കുറച്ച് ഇടയ്ക്ക് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതിയാകും. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ സെക്ഷൻ റെഡി ആയിട്ടുണ്ട്. അത് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. ഉപ്പിന് കുറച്ച് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഒരു ഇത്തിരി ഉപ്പ് പൊടി ഇട്ട് കൊടുത്താൽ മതി, ഒരുപാടൊന്നും വേണ്ടി വരില്ല. പിന്നെ ഇനി എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇത്തിരി മുളക് പൊടി അതിൻ്റെ മുകളിലൂടെ ഇട്ട് കൊടുക്കുക. ഒരുപാടൊന്നും വേണ്ടി വരില്ല, കുറച്ചിട്ടിട്ട് മൊത്തത്തിൽ ഇതുപോലെ നല്ലോണം നിങ്ങൾക്ക് കുടഞ്ഞെടുത്താൽ മതി. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും നല്ലോണം എത്തിക്കോളും ഇങ്ങനെ കുടഞ്ഞെടുക്കുന്ന സമയത്ത്. ഇനി കുരുമുളക് പൊടീൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. ചാറ്റ് മസാല വേണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ കുറച്ച് മുളക് പൊടി ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇതിങ്ങനെ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ പൊട്ടിച്ച് വെക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും നല്ല ക്രിസ്പി ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ശരിക്കും ആദ്യമായിട്ട് കഴിക്കുന്ന ഒരാൾക്ക് ഇത് ചേമ്പാന്നൊന്നും പെട്ടെന്ന് പിടികിട്ടാൻ ചാൻസ് ഇല്ല കേട്ടോ. ഒരുപാട് ആളുകൾക്ക് അറിയുന്നതായിരിക്കും, ചെയ്ത് നോക്കിയിട്ടുള്ളതായിരിക്കും. സത്യത്തിൽ ഞാൻ ഇപ്പം അടുത്താണ് ഈ ഒരു ചേമ്പ് കൊണ്ട് ഇങ്ങനെ ചിപ്സ് ഉണ്ടാക്കി നോക്കിയിട്ടുള്ളത്. എൻ്റെ ഫ്രണ്ട് ഷമീറ ചെയ്യുന്നത് കണ്ടിട്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും കേട്ടോ. കാരണം പൊട്ടറ്റോ ചിപ്സൊക്കെ ഒരുപാട് കഴിക്കുന്ന കുട്ടികൾക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ ചേമ്പൊക്കെ വീട്ടിലുള്ള സമയത്ത് ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്കൊക്കെ അറിയിക്കാൻ മറക്കരുതേ. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. ഇനി എന്തായാലും നല്ല റെസിപ്പി ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്